നമസ്കാരം സുഹൃത്തുക്കളെ, PSC കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ GK ചോദ്യങ്ങളാണ്. 50 GK ചോദ്യങ്ങളും ബാക്കി അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നമുക്ക് PSC റീസെന്റ് ആയിട്ട് നടത്തിയ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുക. എൻ്റെ പേര് അശ്വതി. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 015/2023. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ കോഡ് A. ആദ്യത്തെ ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകളാണ് തന്നേക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്, 1ഉം 3ഉം. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാ. 2, ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഈ 2 ചോദ്യവും SCRT തന്നെയാണ് വന്നേക്കുന്നത്. 3, 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 പ്രവിശ്യകളിലാണ്. 7. 4, പ്രത്യക്ഷ പ്രവർത്തന ദിനം ഡയറക്റ്റ് ആക്ഷൻ ഡേ ആണ്. ഇത് ആഹ്വാനം ചെയ്തതാരാ? മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യക്ഷ പ്രവർത്തന ദിനം ഡയറക്റ്റ് ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്തത്. നൈം താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SCRT ഫാക്ട് തന്നെയാ. നൈം താലിം ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. ചേരാത്തത് 3 ഭിലായി, ബൊക്കാറോ എന്നീ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ഇവിടെ ജപ്പാൻ എന്നാ തന്നേക്കുന്നത്, അത് തെറ്റാ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ശരി, ദുർഗാപൂർ ബ്രിട്ടൻ ശരി, റൂർക്കേല ജർമ്മനി ശരി. അപ്പൊ ഈ ചോദ്യവും SCRTയിലുണ്ട്. 7, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ്. 8, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? SCRT ഫാക്ട് ആണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ ആണ്. 9, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഇതും SCRT. പോണ്ടിച്ചേരി ഉണ്ടായിരുന്നു, യാനം ഉണ്ടായിരുന്നു, കാരക്കൽ ഉണ്ടായിരുന്നു ഫ്രാൻസിന്റെ അധീനതയിൽ. 2, 3, 4. ഗോവ പോർച്ചുഗീസ് അധീനതയിൽ ഉണ്ടായിരുന്നതാ. 10, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നേ. ഗുൽസാരിലാൽ നന്ദ. A. 11, താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആര്? കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം C. കേശവന്റെ ആത്മകഥയാണ്. C. കേശവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. SCRT. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഇവിടില്ലേ 3ാമത്തെ ഓപ്ഷൻ AG വേലായുധൻ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത്. പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷിയാണ് AG വേലായുധൻ. 14, SCRT ആണ്. ഈ 14ാമത്തെ ചോദ്യം, ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ T. പ്രകാശമാണ്. T. പ്രകാശം. 15ഉം SCRT തന്നെയാ. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ്. 16, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? അയർലൻഡ് ആണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത്.
ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് SCRT. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32 നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ക്ലാസ് എടുത്തല്ലേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി എത്രാമത്തേതാ? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് SCRT. ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹാസോങ് 12 പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. നാട്യശാസ്ത്രം എഴുതിയതാര്? നാട്യശാസ്ത്രം ഭരതമുനിയാണ് നാട്യശാസ്ത്രം. ഭരതമുനിയുടെ നാട്യശാസ്ത്രം. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പി. ഈ ചോദ്യങ്ങളൊക്കെ SCRT ആണെങ്കിൽ കൂടി PSC നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കപ്പ് ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാഡ്മിന്റൻ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാ? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി G. ശങ്കരക്കുറുപ്പാണേ. G. ശങ്കരക്കുറുപ്പ്. 26. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. സത്ലജ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത്? കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗർ. 29. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഗംഗ ബ്രഹ്മപുത്ര. 30. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? SCRT ചോദ്യം. ശ്രീനഗർ കാർഗിൽ. 31. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതാ? നീലഗിരി കുന്നുകൾ. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാ? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66. കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? നഗരസഭ കോഴിക്കോട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല നാഷണൽ പാർക്കാണ്. പാമ്പാടുംചോല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഇടുക്കി അണക്കെട്ടാണ്. ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാ. പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. അതിരപ്പള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി ആണ്. മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാ? എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാ? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങളാണ്. ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിൽക്കാത്തതോ ആയ അവസ്ഥയ്ക്ക് കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏത്?
APTT ടെസ്റ്റ് ആണ്. APTT ടെസ്റ്റ്. 46. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേരെന്തുവാ? കാർസാപ്പ് ആണ്. കാർസാപ്പ്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. അതാണ് കാർസാപ്പ്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. 47. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം ഏത്? ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. EEG. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം ഏതാ? അരിവാൾ രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങൾ ഏതാ? നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. 50. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. അപ്പൊ ഇത്രയാണേ 50 GK ചോദ്യം. ബാക്കി ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി ചോദ്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ജനറൽ PSCക്ക് പഠിക്കാൻ പറ്റിയ 50 ചോദ്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റിയ ഹെൽപ്പ് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ വീഡിയോയും ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.